കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലോവർ പ്രൈമറി വിഭാഗം എലംബ്രയിലേക്ക് മാറ്റുന്നതിനെതിരെയുള്ള PTA നിലപാട് തിരുത്തണമെന്ന് നഗരസഭാ ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷനും എലംബ്രയിൽ വാർഡ് കൌൺസിലറും പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് CPMന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. എലംബ്ര വാർഡ് കൌൺസിലർ ഗേൾസ് സ്കൂൾ PTA അംഗമല്ല. പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്തിട്ടുമില്ല. LP സ്കൂൾ മാറ്റുന്നതിന് PTAയുടെ സമ്മതപത്രം ലഭിക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ഓഗസ്റ്റ് 9 ആവശ്യപ്പെട്ടത് പ്രകാരമാണ് PTA യോഗം ചേർന്നത്. ഈ യോഗത്തിൽ കുട്ടികൾ തീരെ കുറഞ്ഞ LP വിഭാഗം എലംബ്രയിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ചെയർമാൻ അടക്കം ആവശ്യപ്പെട്ടത്. നഗരസഭയിലെ എലംബ്ര പ്രദേശത്ത് ഒരു LP സ്കൂളിന് വേണ്ടി നാട്ടുകാരുടെ കാത്തിരിപ്പിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇക്കാര്യം നഗരസഭയ്ക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. 40 വർഷത്തിലേറെയായി നാട്ടുകാർ ഒരേക്കർ സ്ഥലം വാങ്ങി കാത്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഗേൾസ് ഹൈസ്കൂളിൽ പ്രവർത്തിക്കുന്ന LP വിഭാഗം എലംബ്രയിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം MLAയും നഗരസഭയും ആരംഭിച്ചത്. സ്കൂൾ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ചെയർപേഴ്സൺ മെയ് 5 വിദ്യാഭ്യാസ മന്ത്രിക്കടക്കം നിവേദനം നൽകിയിരുന്നു. നിലവിൽ സ്കൂളിൽ 25 കുട്ടികൾ മാത്രമാണ് പഠനം നടത്തുന്നത്. സമീപത്ത് തന്നെ സർക്കാർ എയ്ഡഡ് LP സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ മാറ്റിയാൽ വിദ്യാർത്ഥികൾക്ക് പ്രയാസം സൃഷ്ടിക്കില്ല. എന്നാൽ എലംബ്രയിൽ നിന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പ്രൈമറി സ്കൂൾ ഇല്ല. കിലോമീറ്ററുകൾ താണ്ടിയാണ് പിഞ്ചുകുട്ടികൾ പ്രൈമറി പഠനം നടത്തുന്നത്. നാട്ടുകാർ കോടതിയെ സമീപിച്ചപ്പോൾ നഗരസഭ കക്ഷി ചേരുകയും ചെയ്തിരുന്നു. PTAയുടെയും പ്രിൻസിപ്പലിന്റെയും നടപടി എലംബ്രക്കാരുടെ LP സ്കൂൾ എന്ന സ്വപ്നത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. ബന്ധപ്പെട്ടവർ ഈ വിഷയം പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു. സർക്കാർ അനുമതി നൽകിയാൽ 2025 ജൂൺ 1 ക്ലാസുകൾ ആരംഭിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നഗരസഭ ഒരുക്കുമെന്നും വ്യക്തമാക്കി. വളരെ കാലങ്ങളായി നമ്മൾ എലംബ്ര സ്കൂളിന് വേണ്ടിയിട്ട് പല ഭരണസമിതി മാറി മാറുന്ന ഭരണസമിതിയുടെ അടുത്തൊക്കെ നമ്മൾ ചെന്ന് ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ഞാൻ തന്നെ കഴിഞ്ഞ ടൈമിലും എലംബ്ര സ്കൂളിന് വേണ്ടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് കൊടുത്തതാണ്. ഇപ്പൊ ലാസ്റ്റ് ഞാൻ കൊടുത്തത് 29/5/2024 ഞാനൊരു കത്ത് കൂടി ബഹുമാനപ്പെട്ട മന്ത്രിക്ക് എലംബ്ര സ്കൂൾ, അതായത് ഗേൾസ് സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കുറവാണെന്നും ആ സ്കൂളിലെ തന്നെ വളരെ അപകടാവസ്ഥയിലാണെന്നും മറ്റവിടെ +2 ക്ലാസ്സുകളും മറ്റൊക്കെ വരുമ്പോൾ അവിടെ കുട്ടികൾക്ക് ക്ലാസിന്റെ അപര്യാപ്തത ഉണ്ടെന്നും അറിയിച്ചുകൊണ്ടും എലംബ്ര വളരെ കാലമായിട്ട്, കാരണം ഈ ഗേൾസ് സ്കൂളിന്റെ ഉള്ളിലുള്ള കുട്ടികൾക്ക് തൊട്ടടുത്തുള്ള PMLP സ്കൂളുണ്ട്, ചൂളക്കാട് സ്കൂളുണ്ട്, അതേപോലെ തന്നെ നമ്മളെ റാണിപ്പാറ സ്കൂളുണ്ട്, എത്തിങ്ങാനുണ്ട്, തുറക്കൽ സ്കൂൾ, ഇത്രയും സ്കൂളുകളുണ്ട്. പക്ഷേ ഈ എലംബ്രയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 3 കിലോമീറ്ററിനുള്ളിലൊന്നും ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇല്ല. അവർക്ക് ഏക ആശ്രയം പയ്യനാട്, അതുപോലെ തന്നെ കറുത്തെടുത്ത് സ്കൂള്, മഞ്ചേരിയൊക്കെയാണ്, തോട്ടുപോയി സ്കൂളൊക്കെയാണ് അവർക്ക് ആകല്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് ഇത് മാറ്റിത്തരണം എന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രിക്കും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡയറക്ടർക്കും ഒക്കെ നമ്മൾ നിവേദനം കൊടുത്തതാണ്. അപ്പോൾ കഴിഞ്ഞ PTA മീറ്റിംഗിൽ ഈ കാര്യം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവതരിപ്പിക്കാൻ വേണ്ടിയത് എന്താണെങ്കിലും എലംബ്രയിലേക്ക് മാറ്റണം എന്ന് PTAനോട് പറയാനും ആ ആവശ്യത്തിനുമായിട്ട് പങ്കെടുത്തതാണ്. അതിൽ നമ്മളെ കൗൺസിലർ അതിൽ പങ്കെടുത്തിട്ടില്ല. എലംബ്ര കൗൺസിലർ ഗേൾസ് സ്കൂളിന്റെ HMCയിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഒഴിവായാൽ സ്കൂൾ എലംബ്രയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നഗരസഭ പ്രമേയം പാസാക്കും. ചെയർപേഴ്സൺ VM സുബൈദ, വൈസ് ചെയർമാൻ VP ഫിറോസ്, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ യാഷിഖ് മേച്ചേരി, കൌൺസിലർമാരായ കണ്ണിയൻ അബൂബക്കർ, ചിറക്കൽ രാജൻ, മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KKB മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.